ഈ വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടകൻ റവറൻ ഫാദർ ജോസഫ് പുത്തൻപുര OFM ക്യാമ്പ്, മുഖ്യാതിഥി ശ്രീമതി ലിറ്റി ജോസ്, ആശംസകൾ അർപ്പിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജെയ്സ് തോമസ്, മുൻ PTA പ്രസിഡന്റ് ശ്രീ ജെറ്റോ ജോസ്, ശ്രീമതി ബേബി വർഗീസ്, സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയങ്കരായ അധ്യാപകർ മിനി ടീച്ചർ, ശാലിനി സിസ്റ്റർ, ഇവരുടെ മിനി ടീച്ചറിൻ്റെയും ശാലിനി ടീച്ചർ സിസ്റ്ററിൻ്റെയും കുടുംബാംഗങ്ങളെ, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ അച്ഛന്മാരെ, എൻ്റെ ഏറ്റവും വാത്സല്യമുള്ള വിദ്യാർത്ഥിനികളെ, മനോഹരമായ നിങ്ങളുടെ നൃത്ത ചുവടുകൾ കണ്ട് ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഈ സ്കൂളിൽ എത്രമാത്രം കലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കളിച്ച ഓരോരുത്തരെയും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവരെയും ഈ സമയം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ദൈവത്തെ നോക്കി പ്രകാശിതയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പാദസ്പർശനമേറ്റ ഈ SHGHSന്റെ അങ്കണവും ഇവിടുത്തെ ഓരോ മണൽത്തരിയും ഇപ്പോൾ സന്തോഷിക്കുകയാണ്. ഇന്ന് ഇവിടെ രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് അരങ്ങേറിയത്. ഒന്ന്, നമ്മുടെ ഈ സ്കൂളിൻ്റെ SHGHS സ്കൂളിൻ്റെ 95ാം വാർഷികാഘോഷം. അടുത്തതായി നമ്മുടെ പ്രിയങ്കരായ 2 പേര്, നമ്മുടെ മിനി ടീച്ചറും ശാലിനി സിസ്റ്ററും സർവീസിൽ നിന്നും വിരമിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ ഘട്ടമാണ് വിദ്യാഭ്യാസ കാലം. 3 വയസ്സോടുകൂടി അറിവിൻ്റെ വാതായനങ്ങൾ ഒരു കുഞ്ഞിൻ്റെ മുൻപിൽ തുറക്കപ്പെടുകയാണ്. പിന്നെ ഒരു യാത്രയിലാണ് അവർ. ഡൽഹിയിലെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം വിദ്യാഭ്യാസ പ്രക്രിയയെപ്പറ്റി പറയുന്നത് ഇതാണ്: വിദ്യാഭ്യാസം എന്നത് ഒരു പരിവർത്തനത്തിൻ്റെ ചൈത്രയാത്രയുടെ ചരിത്രമാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും എന്നതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ കഴിയും എന്നതിലേക്കുള്ള പരിവർത്തനം. പരിവർത്തനപ്പെടാത്ത വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചു എന്ന് പറയാനാവില്ല. അധ്യാപകരിലൂടെയാണ് നാം ലോകത്തെ അറിഞ്ഞു തുടങ്ങിയത്. അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാഠങ്ങളിലൂടെ ഒരു സ്വപ്നം കാണുവാൻ നമ്മയൊക്കെ പ്രാപ്തരാക്കിയത് അധ്യാപകർ തന്നെയാണ്. ഓരോ അധ്യാപകനും സ്വതസിദ്ധമായി ചുണ്ടിൽ സൂക്ഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പുത്തമ്പരേച്ചൻ ഓരോ അമ്മമാരും രാരീരം പാടുന്നതിൻ്റെ ചരിത്രം പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഓരോ അധ്യാപകരും ചുണ്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ്: ആരായി തീരണമെന്നാണ് നിന്റെ ആഗ്രഹം? ഡോക്ടർ, എഞ്ചിനീയർ, നേഴ്സ്, പൈലറ്റ്, ഫിലിം സ്റ്റാർ എന്നിങ്ങനെ നിരവധി ഉത്തരങ്ങൾ നാം എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അധ്യാപകന്റെ ആ ചോദ്യത്തിന് പിന്നിൽ ആഴപ്പെട്ട ഒരു ആന്തരിക ശക്തി ഉണ്ടായിരുന്നു. അതെ, ആരെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ പ്രചോദനത്തിൻ്റെ, ലക്ഷ്യത്തിൻ്റെ അമ്പുകൾ എയ്യുവാൻ കരുത്തുറ്റ കരങ്ങളാണ് അധ്യാപകരുടേത്. നിങ്ങൾക്ക് മുൻപിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സേതു രാമസ്വാമി എന്ന സ്ത്രീ രചിച്ച ഒരു പുസ്തകം. അതിൻ്റെ പേര് തന്നെ കൗതുകപൂർണമാണ്. 10ാം വയസ്സിൽ വധു, 15ാം വയസ്സിൽ അമ്മ. ഇതാണ് പുസ്തകത്തിൻ്റെ പേര്.
അവരുടെ ഔപചാരിക വിദ്യാഭ്യാസം കേവലം 5ാം ക്ലാസ് മാത്രമായിരുന്നു. വിവാഹം, കുടുംബ ബാധ്യതകൾ, കുട്ടികൾ, പേരക്കുട്ടികൾ, അവരുടെ കുട്ടികൾ, അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും അവളുടെ പഠനത്തിന് തടസ്സമായി. പുസ്തകത്തിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഞാൻ എന്നും അജ്ഞാതയായിരുന്നു, അപ്രധാനയായൊരു സ്ത്രീ ആയിരുന്നു ഞാൻ. ബിരുദം സമ്പാദിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം എപ്പോഴും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. അതെൻ്റെ 5ാം ക്ലാസ്സിലെ അധ്യാപകൻ കോറിയിട്ട ചിന്തയായിരുന്നു. ബിരുദം എന്താണെന്നറിയാതെ ഞാൻ ബിരുദത്തെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ തൻ്റെ 78ാമത്തെ വയസ്സിൽ അണ്ണാമല സർവകലാശാലയുടെ ഡൽഹി കേന്ദ്രത്തിൽ നിന്നും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ വഴി MA പാസ്സായി. സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്തുകൊണ്ട് അവൾ പറയുക, എൻ്റെ ഉള്ളിൽ നീറുകയായിരുന്ന ജീവിത അഭിലാഷമായിരുന്നു ഇത്. ജീവിതത്തിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും, വിജയിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു പൊരിയെങ്കിലും അവശേഷിപ്പിക്കുന്ന ഗുരുഭൂതനെ നമ്മൾ മറക്കരുത്. എത്രയോ പ്രചോദനാത്മകമായ ആത്മാവബോധമാണിത്. ഇന്ന് ഈ വാർഷികാഘോഷങ്ങളുടെ യാത്രയയപ്പ് സമ്മേളനത്തിന്റെ മധ്യേ ആയിരിക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പുണ്യ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ ആയിരിക്കുവാൻ സാധിക്കുന്നു എന്നത് തന്നെ എത്രയോ ഭാഗ്യമാണ്. അർപ്പണബോധമുള്ള, കാര്യശേഷിയുള്ള, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കരുത്തുറ്റ അധ്യാപക അനധ്യാപകരാൽ സമ്പന്നമാണ് SHGHS എന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. പഠന വിഷയങ്ങളിലെ മികവിനോടൊപ്പം കലാ കായിക രംഗത്തെ പകരം വയ്ക്കാനാവാത്ത മികവ് SHGHSന്റെ പ്രത്യേകതയാണ്. അതാണ് നമ്മൾ ഇപ്പോഴും സ്റ്റേജിൽ കണ്ടത്. ദേശീയ തലങ്ങളിൽ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഉയരങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ നാഷണൽ സ്കൂൾ ഗെയിംസിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ സ്കൂളിൻ്റെ അഭിമാനമായ, അല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി തീർന്ന നൈസ സെബാസ്റ്റ്യന് സ്വീകരണം നൽകിയത്. ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂളിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചറും ശാലിനി സിസ്റ്ററും. പതഞ്ജലി മഹർഷി ഒരിക്കൽ പറഞ്ഞു, മഹത്തായ ലക്ഷ്യത്താൽ അസാധാരണമായ ചില കർമ്മത്താൽ പ്രചോദിതരാകുമ്പോൾ നിങ്ങളുടെ സകല ചിന്തകളും അതിരുകൾ ഭേദിക്കുന്നു. നിങ്ങളുടെ മനസ്സ് പരിമിതികളെ അതിജീവിക്കുന്നു. മഹത്തായ ആ ലക്ഷ്യത്തിലേക്ക് കണ്ടുമുട്ടുന്നവരെ വലിച്ചടിപ്പിക്കുവാനുള്ള ഊർജം നിങ്ങളിൽ വന്ന് നിറയുന്നു. മിനി ടീച്ചറിനും ഇത്തരത്തിലുള്ള ഒരു ഊർജമുണ്ടായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ജാലകങ്ങൾ തുറന്നിട്ട് ലക്ഷ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു നിരന്തര പരിശ്രമം ടീച്ചറിനുണ്ടായിരുന്നുവെന്ന് നിസ്സംശയം പറയാനാവും. സ്കൂളിൻ്റെ സർവോത്മകമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി എപ്പോഴും നിലകൊണ്ടിരുന്ന ടീച്ചറിന് സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ അഭിമാനിക്കാം, സന്തോഷിക്കാം. അധ്യാപനം എന്ന ദൈവിക കർമ്മത്തിലൂടെ ഒരു തലമുറയെ അറിവിനാലും അനുഭവത്താലും സമ്പന്നമാക്കുവാൻ ടീച്ചറിന് സാധിച്ചു. 1994 മിനി ടീച്ചറിനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ടീച്ചർ എങ്ങനെയായിരുന്നോ അതേ പ്രായം തന്നെ ഇപ്പോഴും തോന്നിക്കുകയുള്ളൂ. ഒരു മുടി പോലും നരച്ചിട്ടില്ല. എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രമേ ടീച്ചറിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൽ നല്ല നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും ടീച്ചറിന് സാധിച്ചു. പ്രിയപ്പെട്ട ടീച്ചറിന് നല്ലൊരു റിട്ടയർമെന്റ് കാലം ആശംസിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. വിശുദ്ധ ബൈബിളിൽ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തെ പറ്റി പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ വേരുകൾ
ആഴത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ ഭരണങ്ങാനം അൽഫോൻസ ജ്യോതി പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ ശാലിനി സഭയുടെ അഭിമാനമാണ്. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ തന്നെയാണ് സിസ്റ്റർ. തിരശ്ശീലയുടെ പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു സിസ്റ്റർ ശാലിനിയുടേത്. ഏതാണ്ട് 18 വർഷങ്ങളായി SHGHSലെ ക്ലർക്ക് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം അർപ്പണബോധത്തോടെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതിൽ സിസ്റ്റർ ശാലിനിയുടെ മികവ് എടുത്തു പറയേണ്ടതാണ്. ഈ സ്കൂളിലെ എല്ലാ ഡോക്യുമെന്റ്സും തെറ്റുകൂടാതെ സിസ്റ്റർ ശാലിനിയുടെ കൈകളിലൂടെ കടന്നുപോയി എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. സിസ്റ്റർ ശാലിനിയെ കുറിച്ച് പറയുമ്പോൾ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ ചാർജ് കൂടി സിസ്റ്റർ ശാലിനിക്കാണുള്ളത്. ഉത്തരവാദിത്വം 100% വിശ്വസ്തയോടുകൂടി സിസ്റ്റർ ഈ 2 ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചു എന്ന് പറയാം. സിസ്റ്റർ ശാലിനിയുടെ റിട്ടയർമെന്റിനെ കുറിച്ചൊക്കെ ചോദിച്ച് ഞാനിവിടെ വരുമ്പം സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾ എൻ്റെ ചുറ്റും കൂടും. ഇപ്പോൾ അവരുടെ കണ്ണിലൂടെ കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റ് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയധികമായി കുഞ്ഞുങ്ങളെ സ്നേഹിച്ച, അവരുടെ ഹൃദയം കീഴടക്കിയ ആളാണ് സിസ്റ്റർ ശാലിനി. സിസ്റ്ററിന് താനായിരിക്കുന്ന ഈ SHGHSൽ പടർന്ന് പന്തലിച്ച് ഫലം നൽകാനായി ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ 100% വിശ്വസ്തയോടെ നിർവഹിച്ചതിൻ്റെ ആത്മനിർവൃതിയിലായിരിക്കുന്ന സിസ്റ്റർ ശാലിനിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ സഹപ്രവർത്തകരുടെയും ഇവര് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്നു, കുഞ്ഞുങ്ങൾ വരെ അതിലധികമായി സ്നേഹിച്ചിരുന്നു. അതുപോലെ സഹപ്രവർത്തകരോട് എല്ലാ കാര്യങ്ങളിലും യോജിച്ച് സഹകരിച്ച് പോയിരുന്നു. അതുപോലെ അവരും ഇവരോട് അങ്ങനെ തന്നെയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് നാം ഇവിടെ കാണുന്നത്. SHGHS ഈ നാടിൻ്റെ ശ്വാസമാണ്. യുവപ്രതിഭകളെ വാർത്തെടുക്കുവാൻ ഇനിയും ഈ സ്കൂളിന് കഴിയും. നല്ല നേതാക്കൾ, രാഷ്ട്രീയ അധികാരികൾ, സമർപ്പിതർ, അധ്യാപകർ, സത്യസന്ധരായ പത്രപ്രവർത്തകർ, ശാസ്ത്രജ്ഞർ, ഡോക്ടേഴ്സ്, നഴ്സസ്, എൻജിനീയേഴ്സ്, നീതിക്കായി നിലകൊള്ളുന്ന വക്കീലന്മാർ, ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുകയാണ് നിങ്ങളിലൂടെ. പ്രിയ കുട്ടികളെ, വാർഷികാഘോഷത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പിലും യാത്രയയപ്പിൻ്റെ വലിയ വേദനയിലുമായിരിക്കുന്ന എൻ്റെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അർപ്പണബോധമുള്ള നിങ്ങളുടെ അധ്യാപകരുടെ കരങ്ങളിൽ മുറുകെ പിടിച്ച് നിങ്ങൾ വിദ്യാർത്ഥികൾ നടക്കുക. പറന്നുയരുവാൻ നിങ്ങൾക്ക് ദിശാബോധം ലഭിക്കും. സ്വപ്നം കാണണം, പതിവായി സ്വപ്നം കാണണം. അപ്പോൾ സ്വപ്നങ്ങൾ നിങ്ങളെയും കണ്ടുപിട്ടും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.